പൊതുപ്രവർത്തനമോ രാഷ്ട്രീയ പ്രവർത്തനമോ സാമൂഹ്യ പ്രവർത്തനമോ ഒന്നും ചെയ്യാതെ ചുളുവിൽ ചാനലുകളിൽ ഇരുന്ന് വാചകമടിച്ച് MLA ആയ ഒരു യുവ MLA ഉണ്ട്. അദ്ദേഹത്തിനെതിരെ അവിഹിത ഗർഭകഥകൾ പ്രചരിക്കുന്ന ഒരു കാലമാണിത്. അതിങ്ങനെ കിട്ടുന്നവരൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആളുകൾ നെട്ടോട്ടമോടുകയാണ്. ഇത് ഒട്ടും ശരിയല്ല ഈ ചെയ്യുന്നത് എന്ന രീതിയിൽ പ്രസ്താവനകൾ ഇറക്കുന്നു. എന്നാൽ കിംവദന്തികൾ വാർത്തയാക്കാമോ? അടുക്കള രഹസ്യങ്ങൾ വാർത്തയാക്കാമോ? അങ്ങാടിപ്പാട്ടുകൾ വാർത്തയാക്കാമോ? അരമന രഹസ്യം അങ്ങാടിപ്പാട്ടാണ്, എല്ലാവരും ഇത് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട്, ഇതേ ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റിലെ ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സ്ത്രീ വാർത്താ തലൈവി തന്നെ ഇരുന്ന് ചെയ്തു വാർത്ത, മുഖ്യമന്ത്രിയെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെക്കുറിച്ചും. എന്തിനു പറയുന്നു? മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹത്തിന് സ്വർണ്ണക്കള്ളക്കടത്തുകാരി പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മോർഫ് ചെയ്ത ചിത്രം പ്രചരിച്ചിരുന്നു. ഈ ചിത്രം യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്ന് പോലും അന്വേഷിക്കാൻ നിൽക്കാതെ അത് വെച്ച് വാർത്ത ചെയ്ത മുഖ്യധാര വാർത്താ ചാനലുകളുണ്ട്. ഓൺലൈൻ പോർട്ടലുകൾ പോട്ടെ, യൂട്യൂബ് ചാനലുകൾ പോട്ടെ. ഇപ്പോൾ യുവ MLAയുടെ അവിഹിത ഗർഭമുണ്ടാക്കൽ കഥ പ്രചരിപ്പിക്കുന്നതിനിടയിൽ അദ്ദേഹം മറ്റൊരു വാർത്താ മാധ്യമത്തിലെ പ്രവർത്തകയും ഒപ്പം ഇരുന്ന് സദ്യയുണ്ണുന്ന പടം ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ദൗർഭാഗ്യകരമായിപ്പോയി. ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു വാർത്താ പ്രവർത്തകയെ അവഹേളിക്കുന്നത് ഒട്ടും ശരിയായ നടപടിയല്ല. ഒരുപക്ഷെ യഥാർത്ഥത്തിലുള്ള ആ മുഖ്യധാര വാർത്താമാധ്യമത്തിൻ്റെ ആളുകൾ എടുത്തത് പ്രയോഗിച്ചതാണോ എന്നും പറയാൻ കഴിയില്ല. കാരണം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരാളാണല്ലോ ഈ വാർത്താ പ്രവർത്തക. അപ്പോൾ അത്തരത്തിൽ ഒന്നും പറയാതെ ആണെങ്കിലും എടുത്ത് പ്രചരിപ്പിക്കുമ്പോൾ അത് വളരെ ഒരു മോശം പ്രവണതയാണ്, ഒരു സ്ത്രീയെ ഇങ്ങനെ അവഹേളിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ യുവ MLA പണ്ട് ഇത്തരം അരമന രഹസ്യങ്ങൾ അങ്ങാടിപ്പാട്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം കാര്യങ്ങൾ വെച്ച് നമ്മുടെ വാർത്താ ചാനലുകളിൽ ഇരുന്ന് കുറേ ചർച്ച നയിച്ച ആളാണ്. ഒരുപാട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, വ്യാജ ആരോപണങ്ങൾ ഇടതുപക്ഷ നേതാക്കൾക്കെതിരെയും അവരുടെ കുടുംബാംഗങ്ങൾക്ക് നേരെയും ഒക്കെ നടത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഓർക്കുക, കൊടുത്താൽ അത് പാലക്കാട്ടും കിട്ടും.